നമസ്കാരം. ഇന്ന് കർക്കിടകം 16. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് കടക്കാം. അങ്ങനെ ശ്രീരാമദേവൻ തൻ്റെ തപസ്സ് പൂർത്തിയാക്കി യോഗനിദ്രയിൽ നിന്നും എണീക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മണകുമാരൻ ശ്രീരാമദേവനോട് ചോദിക്കുന്നുണ്ട്, ഒരു ആരാധനാ രീതി എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ആരാധന ചെയ്യേണ്ടതെന്നൊക്കെ ശ്രീരാമദേവനോട് ചോദിക്കുന്നുണ്ട്. ശ്രീരാമദേവൻ വിശദമായിട്ട് തന്നെ ഒരു ഭക്തൻ്റെ വിശ്വാസത്തെ, അല്ലെങ്കിൽ ഒരു ഭക്തൻ ആ ഭക്തൻ്റെ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അതിൻ്റെ ആരാധന രീതി എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് തന്നെ ലക്ഷ്മണകുമാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ശ്രീരാമദേവന് സീതാദേവി പിരിഞ്ഞ ദുഃഖം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സീതാദേവി ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മണകുമാരൻ പല കാര്യങ്ങളും പറഞ്ഞ് ശ്രീരാമദേവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നൊക്കെയുണ്ട്. ശ്രീരാമദേവൻ ലക്ഷ്മണകുമാരനോട് പറയുന്നുണ്ട്, സുഗ്രീവൻ നമ്മുടെ ചങ്ങാതിയൊക്കെ തന്നെയാണ്, പക്ഷേ സുഗ്രീവനും നമ്മളെ മറന്നു എന്ന് തോന്നുന്നു. സുഗ്രീവനും സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധയായി തോന്നുന്നു. തന്ന വാക്ക് പോലും അവൻ മറന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ ലക്ഷ്മണകുമാരനോട് ശ്രീരാമൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം സുഗ്രീവ സന്നിധിയിൽ ഹനുമാൻ സ്വാമി എത്തുന്നുണ്ട്. ഹനുമാൻ സ്വാമി സുഗ്രീവനോട് പറയുന്നുണ്ട്, അങ്ങിപ്പോൾ ഈ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം ശ്രീരാമദേവനാണ്. ശ്രീരാമദേവൻ ഇപ്പോഴും തൻ്റെ പത്നിയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ആ മലമുകളിൽ ഇരുന്ന് കരയുന്നുണ്ടാകും. അങ്ങൊരു വാക്ക് ശ്രീരാമദേവന് കൊടുത്തിരുന്നു. ഇപ്പോൾ 4 മാസങ്ങൾ കഴിഞ്ഞിട്ട് കുറേ നാളുകളായി. അപ്പോഴാണ് സുഗ്രീവൻ ആ കാര്യങ്ങൾ തന്നെ ഓർക്കുന്നത്. അങ്ങനെ സുഗ്രീവൻ 4 ദിക്കുകളിലേക്കും വാനരന്മാരെ ദൂതന്മാരായിട്ട് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 ദ്വീപുകളിലുമുള്ള വാനര വീരന്മാരോട് 15 ദിവസത്തിനകം സുഗ്രീവ സന്നിധിയിൽ എത്താൻ പറയുന്നുണ്ട്. 15 ദിവസത്തിന് ശേഷവും വരാത്ത വാനരന്മാരെ താൻ വധിക്കുമെന്നും ദൂതായിട്ട് പറഞ്ഞു വിടുകയാണ് സുഗ്രീവൻ. ശ്രീരാമദേവന്റെ ദുഃഖമൊക്കെ കേട്ട് ലക്ഷ്മണകുമാരൻ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും സുഗ്രീവനും തങ്ങളെ ചതിച്ചു എന്നൊരു തോന്നല് ലക്ഷ്മണകുമാരൻ പറയുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ കിഷ്കിന്ധാപുരിയിൽ പോയിട്ട് അവനെ വധിക്കുന്നുണ്ട്. അവൻ നമുക്ക് തന്ന വാക്ക് മറന്നു, അവനിപ്പോഴും രാജഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ ലക്ഷ്മണകുമാരൻ പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മണകുമാരൻ കിഷ്കിന്ധയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, അവനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, അവനോട് കാര്യങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നീ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരാനും ലക്ഷ്മണകുമാരനോട് ശ്രീരാമദേവൻ പറയുന്നുണ്ട്. അങ്ങനെ വന്ന ക്രോധത്തോടു കൂടി ലക്ഷ്മണകുമാരൻ കിഷ്കിന്ധയിലേക്ക് ചെല്ലുകയാണ്. കിഷ്കിന്ധയിൽ എത്തിയ ശേഷം ലക്ഷ്മണകുമാരൻ തൻ്റെ അമ്പെടുത്ത് ഒരു ചെറിയ നാദം മുഴക്കുന്നുണ്ട്. ഇത് കേട്ട് വാനരന്മാരൊക്കെ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ അംഗദകുമാരൻ ഇതൊക്കെ കണ്ട് ഓടി വരുന്നുണ്ട്. ലക്ഷ്മണകുമാരനോട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും ലക്ഷ്മണകുമാരൻ്റെ ദേഷ്യം അടങ്ങാത്തത് കണ്ട് സുഗ്രീവൻ താരയെയും ഹനുമാൻ സ്വാമിയെയും ലക്ഷ്മണകുമാരൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ താരയും ഹനുമാൻ സ്വാമിയും വൃത്താന്തങ്ങളെല്ലാം ലക്ഷ്മണകുമാരനോട് പറയാണ്. അങ്ങനെ ലക്ഷ്മണകുമാരനെ അവർ ആശ്വസിപ്പിച്ച് സുഗ്രീവ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. സുഗ്രീവൻ ലക്ഷ്മണനെ കണ്ട പാടെ തന്നെ തൊഴുത് നമസ്കരിച്ച് പാദ നമസ്കാരമൊക്കെ ചെയ്ത് ലക്ഷ്മണകുമാരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ നമ്മൾ ശ്രീരാമ സന്നിധിയിലേക്ക് പുറപ്പെടുമെന്നും പറഞ്ഞ് ലക്ഷ്മണകുമാരനും സുഗ്രീവനും ഒരു തേരിലേറി ശ്രീരാമ സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ശ്രീരാമ സന്നിധിയിലെത്തുകയാണ്. ശ്രീരാമനെ കണ്ടപാടെ സുഗ്രീവൻ ഓടിച്ചെന്ന് പാദ നമസ്കാരമൊക്കെ ചെയ്ത് സുഗ്രീവൻ ശ്രീരാമനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഗ്രീവൻ തൻ്റെ എണ്ണമറ്റ വാനരപ്പടയെ ശ്രീരാമദേവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മുൻപന്തിയിൽ നിൽക്കുന്ന ജാമ്പവാൻ, ഹനുമാൻ, നീലൻ, ഗജൻ, ഗവായൻ, ഗവാക്ഷൻ, മൈന്ദൻ, ശരഭൻ, സുഷേണൻ, ശൂരൻ, സുമുഖൻ, ദധിമുഖൻ, ദുർമുഖൻ, വൃഷഭൻ, നളൻ, അങ്കദൻ എന്നീ പ്രമുഖരെയൊക്കെ ശ്രീരാമദേവനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ലക്ഷോപലക്ഷം വരുന്ന വാനരപ്പടയെ ശ്രീരാമദേവന് സമർപ്പിച്ചുകൊണ്ട് സുഗ്രീവൻ സീതാന്വേഷണത്തിനായിട്ട് അവരോട് പറയുകയാണ്. അങ്ങനെ ശ്രീരാമദേവന്റെ നിർദ്ദേശാനുസരണം സർവത്ര വാനരപ്പടയും 4 ദിക്കുകളിലേക്ക് അയക്കുകയാണ്. 30 ദിവസത്തിനുള്ളിൽ സീതാദേവി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് തിരികെ ഇവിടെ എത്താനായിട്ട് എല്ലാ വാനരപ്പടയോടും നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും 4 ദിക്കുകളിലേക്ക് പോകുന്നു. ഒപ്പം ഹനുമാൻ സ്വാമിയും സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെടുകയാണ്. ഹനുമാൻ സ്വാമി പുറപ്പെടാൻ നേരം ശ്രീരാമദേവൻ ഹനുമാൻ സ്വാമിയെ വിളിച്ചിട്ട് തൻ്റെ കയ്യിലുള്ള അങ്കുലിയിൽ മോതിരമൂരി ശ്രീരാമൻ ഹനുമാൻ സ്വാമിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, സീതാദേവിയെ കാണുമ്പോൾ ഈ അങ്കുലിയം കൊടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന അടയാള വാക്യം സീതാദേവിയോട് പറയാനും പറഞ്ഞ് അടയാള വാക്യം ശ്രീരാമദേവൻ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അടയാള വാക്യവും അങ്കുലിയവുമായിട്ട് ഹനുമാൻ സ്വാമിയും സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കഥാസാരം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമസ്കാരം.